ജനിച്ചപ്പോഴേക്കും ആള് നിന്റെ കൂടെ ഇല്ലായിരുന്നില്ല. 24 മണിക്കൂർ വീട്ടിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ബോഡിയോട് ഒരു എക്സ്റ്റൻഷൻ പോലെ കൊണ്ട് നടക്കുകയാണ്. ഇങ്ങോട്ട് ഇത് വളരെയേറെ വിലപ്പെട്ട ബില്ലാണ്. ഇന്ന് ഇതുപോലെ ഒരു മോഡൽ കിട്ടാനില്ല, ഇനി കിട്ടുകയില്ല. ഇത് ഇന്ന് മുതൽ എൻ്റെ മുറിയിലെ ആ സേഫിൽ വെച്ച് കൂട്ടി. ഇത്രയും കാലം ഇത് കൊണ്ട് നടന്നില്ലേ? മാത്രമല്ല എന്തായാലും പോലെ ഇത് AMC പോലും ഇല്ലാത്തതാണ്. നാളെ രാവിലെ മുതൽ നകുല രാവിലെ ഒപ്പിട്ട് നീ ഇതെടുത്തോളൂ. ആ അങ്ങനെ നീ ചെയ്താൽ നിന്റെ വായിലോട്ട് തന്നെയായിരിക്കും അപ്പ് വരാൻ പോകുന്നത്. ഈശ്വര, ഇതായിരുന്നു നിങ്ങളുടെ ട്രെയിനിങ് ഇതുവരെ. ഇവിടെ കൊടുക്കൂ, പൂട്ടി സേഫിൽ വയ്ക്കണം. താക്കോൽ എൻ്റെ വീട്ടിലെത്തിക്കണം. ആ സ്വന്തം പോലെയല്ലേ ഗീത, നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഇനി കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവരും, എൻ്റെ കയ്യിൽ തരും. എങ്ങനെ ഇരുന്ന ഗതിയാണ് ഇതിപ്പോ ഒരു ഗതിയാണ്. സകലവും ചളി. എനിക്ക് എങ്ങനെ കഴിഞ്ഞു ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് ഈ ഗതയെ ഉപയോഗിക്കാൻ? കണ്ണവന്റെ നട്ടിലടിച്ചൊടിക്കാനാണോ നൽകി ഗത തന്നത്? സഹദേവ, ആ വാളെടുത്ത് മാറ്റി വയ്ക്കും. എന്തെങ്കിലും നശിച്ചപ്പോൾ അർജുൻ കുറച്ച് നാളായി ഇങ്ങോട്ട് കാണിച്ചു തരാൻ. പിടിച്ചോളൂ, പിടിച്ചോളൂ. ഇന്ന് മുതൽ നകുലന് ഗത ഇതും എൻ്റെ മുറിയിൽ കൊണ്ട് പൂട്ടി വെച്ചേക്കും. അവൻ രാവിലെ 10-നും 2-നും ഇടയിൽ എടുത്തു കൊടുത്താൽ മതി. ഗതയാണെന്ന് കാണിച്ചാൽ മതി. 10 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാം അറിയാം, നമുക്ക് ഗത ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇന്ന് എവിടെ വിദ്യാർത്ഥികൾ വരും? വിദ്യാർത്ഥികൾ വരും. ഇന്ന് മുതൽ ഞാനായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. കൂടുതലൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം മാത്രം പറയുക, 5 കൊല്ലം ഞാനിവിടെ കാണും. അറിഞ്ഞ് കേട്ടൊക്കെ നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. വരും അമ്മേ, ഞാൻ മൈതാനത്തിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഇവരെ പ്രകൃതിയിൽ നിന്ന് വേണം നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങാം. കുട്ടികളെ, ഭൂമി എന്തുകൊണ്ടാണ് ഉരുണ്ടിരിക്കുന്നത്? പറയൂ. കണ്ടോ, എല്ലാം പഠിപ്പിച്ചു. റീസെന്റ് അഡ്വാൻസസ് എല്ലാം അറിയാം. ബേസിക്സ് ഒന്നും അറിയില്ല. ബേസിക്സ് അറിയില്ല. ഭൂമി എന്തുകൊണ്ടാണ് ഉരുണ്ടിരിക്കുന്നത്? പറയൂ. പരന്നിരിക്കാൻ കഴിയാത്തത് കൊണ്ട്. നടക്കൂ. നമുക്ക് ശക്തിയായി പ്രതികരിക്കണം. നമ്മൾ അപമാനിച്ചിട്ട് കേട്ടാ ഈ ബില്ലു അപ്പു എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിന്റെ ഭാഗങ്ങളായിരുന്നു. അത് അഴിച്ചു മാറ്റി ഇങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രതികരിക്കണം. നിനക്കത് പറയാം. ഞാനൊരു ആഭരണം പോലെ കൊണ്ട് നടന്നാണ് എത്തിക്കുന്നത്. എന്റെ ഗത പോയി കഴിഞ്ഞിട്ട് എന്തോ പോയ അണ്ണാനെ പോലെയാണ് ഞാൻ നിലവിലുള്ളത്. അത് കുഴപ്പമില്ല ചേട്ടാ, നമുക്ക് അമ്മയോട് സംസാരിക്കാം. ചേട്ടന്മാരെ പെട്ടെന്ന് എന്നുള്ള പറ്റില്ല. നമുക്ക് വളരെ സാവധാനത്തിൽ അമ്മയോട് സംസാരിച്ച് ഇതിനെ കുറിച്ചൊരു പരിഹാരം ഉണ്ടാക്കാം. ഇതെന്താണ് എന്താണ് ഈ ഓർഡർ? അമ്മ എന്താ ഈ ഓർഡർ? എനിക്ക് സമ്മർദ്ദങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അത് ഞങ്ങൾ പാചാര്യപ്പെട്ടു. അങ്ങനെ അമ്മ പറഞ്ഞ് വീതിച്ചെടുക്കാം. പിന്നെ അമ്മ പെൻഷൻ പ്രായം ഏകീകരിച്ച് മാർച്ച് 31 വരെ
ഇപ്പോഴോ? അത് കഴിഞ്ഞപ്പോ 5 കൊല്ലമുണ്ട്. അമ്മയ്ക്ക് അറിയാമോ അമ്മേ, എനിക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ട്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇനി കണ്ടുപിടിക്കാതിരിക്കാവുന്ന എന്തെല്ലാം അസുഖങ്ങൾ എനിക്ക്. കയ്യാലുള്ള പ്രത്യേക കൊണ്ടാണ് എന്റെ ജീവിതം എന്നാണ് അവർക്ക്. അയാളാണെങ്കിൽ ആ ജ്യേഷ്ഠൻ അങ്ങനെ യോഗയൊക്കെ ചെയ്ത് വയറ് പോലെ നടക്കുന്നത്. അമ്മയ്ക്ക് അറിയാമോ, ഞാൻ ക്യാബ് വഴി അഡീഷണൽ ബിൽഡായിരിക്കുവാണ്. അറിയോ, ഞാൻ എന്നാണ് കാർഡാവുന്നത്. സമ്മതിച്ചല്ലോ. സമ്മതിച്ചല്ലോ. അപ്പം ഈ ഓർഡർ ക്യാൻസൽ ചെയ്യണം. അതിനെനിക്ക് കഴിയില്ല. അതെന്താണ്? നീ തൊടുത്തു വിടുന്ന അസ്ത്രം പോലെയാണ്. ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പിൻവലിക്കാൻ സാധിക്കില്ല. അത് എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാമോ? അതിനെന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ തന്നെ പറയും. ഞാൻ അതുപോലെ ചെയ്യാം. അമ്മേ, ആ, ഇനി മാർച്ച് 31-ന് ജ്യേഷ്ഠന് 2 കൊല്ലം തികയല്ലേ? അപ്പോഴേ 2 കൊല്ലം വേണ്ടി ചേട്ടനെ ഇല്ലാതാക്കി റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാലോ? അത് കഴിയുമ്പോ 2 കൊല്ലം കഴിയുമ്പോ നമ്മുടെ അനുജനും ചർച്ച കിട്ടുമല്ലോ. കാര്യം നിങ്ങൾ പറയുന്നത് സത്യമാണ്. എന്നാലും എന്തെങ്കിലും ഒരു പോംവഴി വേണമല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണ്ടേ? നല്ല ഐഡിയ, നല്ല കാര്യം. അങ്ങനെ തന്നെ ചെയ്യാം. അമ്മയാണ് ലോകത്ത് ആദ്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന വ്യക്തി. The mother of rotation. എനിക്ക് പാഞ്ചാലിയുടെ ചാർജ് എടുക്കാൻ തിടുക്കമായമ്മേ. അമ്മേ, എന്നെ അനുഗ്രഹിക്കൂ. ആയുഷ്മാൻ ഭവ. ചേട്ടാ പോകാം. ദൈവമേ, നല്ലപോലെ വന്നത് എലിപോലെ പോയി. എന്റെ സൂര്യഭഗവാനെ നീ കാത്തു. സൂര്യഭഗവാൻ കാത്തു എന്ന് പറയാൻ വരട്ടെ. നീയോ? ഞാൻ കേട്ട ശരിയാണോമേ? എന്താ? എന്റെ തലവൻ സ്ഥാനം അമ്മ റൊട്ടേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അല്ല മോനെ, അത് ഇല്ല, ഇപ്പൊ എനിക്കതറിയാം. 2 വർഷം കഴിയുമ്പോൾ ഭീമൻ, അത് കഴിയുമ്പോൾ അർജുനൻ, പിന്നെ നകുലൻ, സഹദേവൻ. എനിക്കിത് സഹിക്കാവുന്നതല്ല. അറിയാമേ, റൊട്ടേഷൻ ക്യാൻസൽ ചെയ്തേ പറ്റും. ഇത് നടത്തരുത്. കാരണം 5 വർഷം രാജാവായി തിമിർത്ത് നടക്കാമെന്ന് ആഗ്രഹിച്ച് എല്ലാവരെയും ഞാൻ പിണക്കി. വായു വരുന്നത് കോതയ്ക്ക് മാറ്റുന്നത് പോലെ എല്ലാവരോടും പറഞ്ഞു. ഇനി പെട്ടെന്ന് അവരിൽ ഒരാളായി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാൽ അവയെ അവൻ പട്ടിയെ പോലെ എന്നെ വെച്ച് ചെയ്തു. പ്ലീസ്, ദയവ് ചെയ്യും ഈ റൊട്ടേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യും. 5 കൊല്ലം ഞാൻ ഇരുന്നോട്ടെ. അത് കഴിച്ച് അമ്മ ഭീമനോ സഹദേവനോ ആർക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ. അല്ല, നീ ഇങ്ങനെ കരഞ്ഞനുസരിക്ക്. അമ്മ തീരുമാനമെടുക്കാൻ ഇനി വൈകിക്കാൻ ചില കടുത്ത പ്രയോഗങ്ങളിലേക്ക് ഞാൻ പോകേണ്ടി വരും. അമ്മ തയ്യാറാണോ അല്ലയോ? അല്ല, അത് ഞാൻ ഇപ്പോ വേണ്ട. ഇതുപോലെയുള്ള പല അളവുകളും അമ്മ പയറ്റുമെന്ന് എനിക്കറിയാം. അമ്മേ, ഒന്ന് സൂക്ഷിച്ചു നോക്കി ധാരാളം അറിയാമോ? ഇല്ല മോനെ. ആരാണ്? അമ്മ സൂര്യഭഗവാനെ വിളിച്ചില്ലേ? ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്ക്. ആ മുഖത്തെ സൂര്യ തേജസ്സമ്മ കാണുന്നില്ലേ? നോക്കമ്മേ. അതെ, അതെ, എന്റെ സൂര്യഭഗവാൻ. സൂര്യഭഗവാനല്ല, അതെ, കർണ കുണ്ടലങ്ങളോടുകൂടിയുള്ള കർണൻ. കർണൻ രണ്ടാമത്തെ പുത്രനായി ഞാൻ ഇതെങ്ങനെ അറിഞ്ഞു എന്നോർത്ത് അമ്മ വേദനിക്കുന്നുണ്ടാവും അല്ലേ? ആ സിഡി തരൂ.
ഭഗവാൻ ഒളിക്യാമറ വെച്ചെടുത്ത സീഡിയാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഇത് ആ മകന്റെ കയ്യിൽ കൊടുത്തിരുന്നമേ. അമ്മ തന്നെ തീരുമാനിക്കൂ. എല്ലാ ചാനലുകൾക്കും ഞാൻ ഇത് അയച്ചു കൊടുക്കണോ, അതോ റൊട്ടേഷൻ ക്യാൻസൽ ചെയ്ത് 5 വർഷം ഞാൻ തന്നെ തുടരട്ടെയോ? പറയൂ. നീ പറയുന്നത് പോലെ ഞാൻ കേട്ടു. CD സൂക്ഷിച്ചോട് വെച്ചോളൂ. ഇനി ആവശ്യം വരും. താങ്ക് യു. താങ്ക് യു. എനിക്ക് തിരക്കിന്റെ ദിവസങ്ങളാണ്. നന്ദി. വർഷങ്ങൾ കടന്നുപോയി. ഒന്നാമനാവാൻ കഴിയാത്തതിന്റെ ദുഃഖത്തിൽ ഭീമൻ ഭ്രാന്തനായി. ഊഴൽപാറയിലെ ദീർഘകാല ചികിത്സയ്ക്ക് ശേഷം ഈ അടുത്തയിടെയാണ് അയാൾ വീണ്ടും സർവീസിൽ ജോയിൻ ചെയ്തത്. അർജുനൻ ലീവ് എടുത്ത് പല സ്വകാര്യ കളരികളിലും പരിശീലനം നടത്തി. അവസാനം ഗവൺമെന്റ് പിരിച്ചുവിടുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വന്ന് സർവീസിൽ ജോയിൻ ചെയ്തു. ഒരു അഡീഷണൽ പ്രൊഫസറായ എനിക്ക് എന്ത് ഇൻചാർജ് ആവാൻ പറ്റും? പക്ഷേ അപ്പോഴും പാവം യുധിഷ്ഠിരൻ യഥേഷ്ടം തന്റെ ഭരണം തുടർന്നുകൊണ്ടേയിരുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കലും നടക്കാനിടയില്ലാത്ത ഈ ക്ലൈമാക്സ് വരെ സഹകരിച്ചതിന് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.